അടുത്ത തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ നിർണായകമാവുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. വയലൻസും നോൺ വയലൻസും മുഖാമുഖം നിൽക്കുന്നു ഇവിടെ. വയലൻസാണ് രാജ്യത്തുടനീളം പടർന്നു പിടിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വയലൻസ് ഒരു സാധാരണ ജീവിത രീതിയായി മാറുകയാണ്. ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത് വാളുകൊണ്ടാണ്, ആയുധം കൊണ്ടാണ് എന്ന് വരുന്നു. പരസ്യ വിചാരണകൾ നടക്കുന്നു. ആൾക്കൂട്ട വിചാരണകൾക്കൊടുവിൽ മനുഷ്യനെ കൊല്ലുന്നു. ഏറ്റവും അടുത്ത് നമ്മൾ കണ്ടത് സിദ്ധാർത്ഥൻ്റെ മരണമാണ്. ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി നിന്ന് അവിടെയുള്ള പ്രബലമായൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു കുട്ടിയെ വിചാരണ ചെയ്യുന്നു. എന്നിട്ട് ആ കുട്ടിയെ അപമാനിക്കുന്നു, വിവസ്ത്രനാക്കുന്നു. അവസാനം ആ കുട്ടി മരണത്തിലേക്ക് പോകേണ്ടതായി വരുന്നു. ആ ആത്മഹത്യ അത് തികച്ചൊരു ആത്മഹത്യയല്ല, ഒരാൾക്കൂട്ട കൊലയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിനു മുമ്പ് ഇതേ തരത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെതിരായിട്ട് കേരളത്തിൻ്റെ മനസാക്ഷി തെരുവുകളിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ അത് തന്നെയാണ് നമ്മുടെ നാട്ടിലേക്കും കടന്നു വരുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ വളരെയേറെ വിദ്യാസമ്പന്നരാണെന്ന് പറയുന്നു, സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്നു. മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ജനാധിപത്യം വളരെ ശക്തമാണ് നമ്മൾക്കിടയിൽ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ആ ആൾക്കൂട്ട വിചാരണയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു അക്രമവാസനയുമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ പോലും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വയലൻസിനെതിരായി നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളോടും പറയണം, ആ വയലൻസിനെതിരായിട്ടുള്ള ഒരു ശബ്ദം ചെയ്യാതെ, പ്രതിജ്ഞ ചെയ്യാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മളെ നാട്ടിൽ ഓരോ വോട്ടറും കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമുക്കറിയാം. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടത് ഒരുപാട് നിസ്സഹായരായ നിഷ്കളങ്കരായ ആളുകളാണ്. അവരൊരു കുറ്റവും, നിരപരാധികളാണ്. അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. അവരൊരു പ്രത്യേക മതത്തിൽ ജനിച്ചു പോയി എന്നതിൻ്റെ പേരിലാണ് തെരുവുകളിൽ നിന്ന് അവരെ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഇന്ത്യ മാറുകയായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിഭജനം നടക്കുന്നു. ന്യൂനപക്ഷം മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് വളരെ വലിയ തോതിൽ ഭൂരിപക്ഷത്തിൻ്റെ ഒരു ധ്രുവീകരണമുണ്ടാക്കാൻ മതത്തിൻ്റെ പേരിൽ സാധ്യമാകുന്നു. ഈ തരത്തിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ ധ്രുവീകരണവും സംഘടനിതമായിട്ടുള്ള പ്രവർത്തനവും ഹിംസയും ഒരു ജനാധിപത്യ സമൂഹത്തെ ഇല്ലാതാക്കും. ഭൂരിപക്ഷത്തിൻ്റെ ഹിതമല്ല ജനാധിപത്യമൊന്നും. ഒരു സമൂഹത്തിലെ ഏറ്റവും ദീനനായ മനുഷ്യൻ്റെ ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്ന സാഹചര്യത്തെ ഉണ്ടാക്കുകയാണ് ജനാധിപത്യവുമെന്ന് നമ്മൾ മറന്നുപോകുന്നു. ഇതൊരു വികാരത്തിൻ്റെ ഉദ്ദീപിക്കലാണ്. അധമമായ ഒരു വികാരത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഒരു ഫെനാറ്റിക്കായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് സത്യത്തെ മറച്ചു കളയാൻ കഴിയുകയും ഒരു വികാരത്തിൻ്റെ പേരിൽ മാത്രം ഒരു വിഭാഗം അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെങ്ങനെയാണ് നമ്മൾക്ക് നേരിടാൻ കഴിയുക എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് വയലൻസും നോൺ വയലൻസും തമ്മിലുള്ള ഒരു മത്സരമാണ്. അതിൽ നോൺ വയലൻസ് വിജയിക്കുന്നില്ല, അഹിംസ വിജയിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഭാവിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നും, അതുകൊണ്ട് തന്നെ ഗാന്ധിയും ഗോഡ്സെയും മുഖാമുഖം നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയുടെ പക്ഷത്ത് നിൽക്കാതെ നമുക്ക് ഈ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന്